വാളയാർ കേസ് നാടകീയമായ വഴിത്തിരിവിൽ. 2017 സംസ്ഥാനത്തെ നടുക്കിയ 9ഉം 13ഉം വയസ്സുള്ള രണ്ട് സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് മരിച്ച സംഭവത്തിൽ ഇരകളുടെ മാതാപിതാക്കളെ 6 കേസുകളിലായി കുറ്റപത്രത്തിൽ സമർപ്പിച്ച തിരുവനന്തപുരം CBI യൂണിറ്റ് കൊച്ചി CBI 3ാം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ലെന്ന കാരണത്താൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ പോക്സോ വകുപ്പുകളും IPC വകുപ്പുകളും മാതാപിതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ആരോപണം ഉന്നയിക്കുന്ന CBI തെളിവ് തരട്ടെ എന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസിന് ആസ്പദമായ സംഭവം വഴിത്തിരിവുകളിലേക്ക് എത്താൻ 6 വർഷം വേണ്ടി വന്നു. വാളയാറിന് സമീപം അട്ടപ്പളത്ത് ഒറ്റമുറി വീട്ടിൽ 13 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിലും കൃത്യം 50 ദിവസങ്ങൾക്ക് ശേഷം 9 വയസ്സുള്ള അവളുടെ ഇളയ സഹോദരിയെ അതേ വീട്ടിൽ അതേ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. മരണത്തിന് മുൻപ് അവർ ലൈംഗികമായി പീഡിക്കപ്പെട്ടിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് 3 തവണ ചോദ്യം ചെയ്ത പ്രവീൺ എന്നയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതാണെന്ന് പാലക്കാട് പോക്സോ കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 5 പ്രതികൾ ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടി മധു എന്ന V മധു, ഷിബു, പ്രദീപ് കുമാർ, M മധു എന്നിവരായിരുന്നു അവർ. എന്നാൽ 3ാം പ്രതി ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പോക്സോ കോടതി വിട്ടയച്ചു. പോലീസിനും പ്രോസിക്യൂഷനുമെതിരെ പ്രതിഷേധങ്ങളും അപലപനങ്ങളും ആളിക്കത്തിച്ച് തെളിവുകളുടെ അഭാവത്തിൽ മറ്റു പ്രതികളെയും പോക്സോ കോടതി വെറുതെ വിട്ടു. കേസ് അട്ടിമറിച്ച പോലീസിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട ഇരകളുടെ മാതാപിതാക്കൾക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവും തുടങ്ങി. പിന്നീട് 3ാം പ്രതി പ്രദീപ് കുമാറിനെ ചേർത്തലയ്ക്കടുത്ത് വയലാറിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തെറ്റായ അന്വേഷണവും തെറ്റായ പ്രോസിക്യൂഷനും വ്യാജ വിചാരണയും ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടത് റദ്ദാക്കുകയും പുനരന്വേഷണത്തിനായി കേസ് CBI ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. പെൺകുട്ടികൾ ജീവനൊടുക്കിയതാണെന്ന് CBI കുറ്റപത്രം സമർപ്പിച്ചു. പോലീസ് റിപ്പോർട്ടിന്റെ കാർബൺ കോപ്പി എന്ന് വിശേഷിപ്പിച്ച CBI കുറ്റപത്രം പാലക്കാട് പോക്സോ കോടതി വീണ്ടും തള്ളി. പുതിയ സംഘത്തെ കൊണ്ട് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 2023 4ാം പ്രതി കുട്ടി മധു എന്ന M മധുവിനെയും കൊച്ചിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കേസ് പാലക്കാട് പോക്സോ കോടതിയിൽ നിന്ന് വീണ്ടും കൊച്ചി CBI കോടതിയിലേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നുള്ള വിചാരണയാണ് ഇപ്പോൾ വഴിത്തിരിവായിരിക്കുന്നത്.